ഓരോ തറവാടിനും ഓരോ ചരിത്രം ഉണ്ടാകും അല്ലെ? കേരളത്തിലെ ഒട്ടുമിക്ക തറവാടുകൾക്കും ചരിത്രങ്ങളുണ്ട്. ഈ വീട്ടിലോട്ട് വന്നപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു ഇതിന് ഭയങ്കരമായൊരു ചരിത്രമുണ്ടെന്നുള്ളത്. ഇവിടെ വന്നപ്പോ വിചാരിച്ചതുപോലെ തന്നെ ഇത് കറുകപ്പാടത്ത് ഫാമിലിയുടെ തറവാടാണ്. എൻ്റെ കൂടെയുള്ളത് സലീം കെ ആണ്. പല തലമുറകൾ കൈമാറി വന്ന് ഇന്നീ തറവാടിന്റെ അവകാശി ഇദ്ദേഹമാണ്. വളരെ ഭംഗിയായിട്ട് ഇദ്ദേഹം ആ ചരിത്രത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഹിസ്റ്ററി പറയുന്ന ഒരു പുസ്തകമാണിത്, കറുകപ്പാടത്ത് ഫാമിലി ഡയറക്ടർ. ഈ വീടെടുക്കാൻ ഞങ്ങളിവിടെ എത്തിയത് നമ്മൾക്കൊരു ഫേസ്ബുക്കിലൊരു മെസ്സേജ് വന്നതുകൊണ്ടാണ്, ഈ വീട് സജസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീടുകൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ എങ്ങനെയാണ് നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധം? അവരിന്റെ വെല്ലിപ്പാട ഫാമിലിയാണ് കറുകപ്പാടത്ത്. അങ്ങനെ ഇതായിട്ട് വരുമ്പോൾ വാപ്പാട അലാപ്പയായിട്ട് വരും. പിന്നെ വാപ്പാട ഉമ്മാടെ സഹോദരിയുടെ മകനാണ് മുഹമ്മദ് റഹീമാൻ സാഹിബ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ കറുകപ്പാടൻ ഫാമിലി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ പേരുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് ഇബ്രാഹിം, നമ്മുടെ ചാനലിൽ എൻ്റെ പാർട്ട്ണറും കൂടിയാണ്. ഇബ്രാഹിം കറുകപ്പാടത്താണ്. പക്ഷെ ചരിത്രം ഞാനിപ്പോഴാണ് അറിയാൻ പോകുന്നത്. കൂട്ടായിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. രക്ഷപ്പെട്ടല്ല, ഞങ്ങള് പാലായനം ചെയ്ത് ഇവിടെ വന്ന് താമസാക്കിയതാണ്. കൊടുങ്ങല്ലൂര് ഒരു പുരകെട്ട് കേസാണ്. അന്ന് കാലത്ത് എല്ലാം ഓലപ്പെരകളാണ്. അപ്പൊ അത് പുര കെട്ടാൻ വേണ്ടിയിട്ട് ബന്ധുക്കളെല്ലാം വന്നുകൂടി ഒന്നിച്ചു കൂടി അത് ചെയ്തു തീർക്കുന്നതാണ് ഒരു സമ്പ്രദായം. അപ്പോ ഞങ്ങളുടെ ഒരു ബന്ധുക്കളെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഞങ്ങൾ അവരായിട്ട് കുറച്ച് ബന്ധമുണ്ട്. കുഞ്ഞാലി മരക്കാരായിട്ട് 1786 കൊല്ലത്തില് മുൻപുള്ള സംഭവമാണ് അത്. അപ്പോ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. അപ്പൊ പുര കെട്ടാൻ ഞങ്ങൾ ചെന്നില്ല. അപ്പൊ തമ്മില് വർത്തമാനവും കശവിശയായി ഞങ്ങള് വഴക്കിട്ട് തിരിച്ചിവിടെ വന്ന് കൂടി കൊടുങ്ങല്ലൂർക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഈ പറമ്പിന് 2 പറമ്പ് അപ്പുറത്ത് ഒരു വീട് വെച്ചു, അവിടെ താമസമാക്കി. ഈ പറമ്പ് മുഴുവനും കറുക പുല്ലുകളും കറുക മരങ്ങളും നിറഞ്ഞ ഒരു വിജനമായ, അങ്ങനെ കറുകപ്പാടമായപ്പോഴും ഞങ്ങൾ കറുകപ്പാടത്തായി. ബന്ധങ്ങളായിരുന്നു അന്ന്. ചരിത്രം നിങ്ങൾ ഒറ്റയടിക്ക് കേൾക്കണ്ട. കറുകപ്പാടത്ത് ഫാമിലിയുടെ പേര് വരാനുള്ള കാരണം കണ്ടു. നമുക്ക് ആ ഫാമിലിയുടെ വീട് ഇത് ഏകദേശം 100 വർഷമായി ആയിട്ടുള്ളൂ. പക്ഷെ മറ്റേത് നൂറ്റാണ്ടുകളായി. ഇവിടെ ഒരു ദ്വാരമുണ്ട്. ഇതിന് കർണദ്വാരം എന്ന് പറയും. അത് ഈ ദ്വാരത്തിൽ നിന്ന് മറ്റുള്ള ദ്വാരത്തിൽ കൂടെ അത് പ്രകാശരശ്മി പോകുന്നുണ്ട്. അപ്പോ ഇത് കുടിക്കുന്ന ഒരു കിണറുണ്ട് ഇവിടെ. അതിന്റെ അപ്പുറത്ത് ഒരു കുളമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് വേറൊരു കുളമുണ്ട്. അന്ന് കാലത്ത് കക്കൂസയ്ക്ക് പോകുമല്ലോ, അത് പുറം പറമ്പിലാ പോയിരിക്കുള്ളൂ. പുരുഷന്മാർക്ക് അവിടെയും സ്ത്രീകൾക്ക് അവിടെയും. അപ്പൊ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു കുളം അവിടെയുണ്ട്. ഇവിടെ ഒരു കുളം വേറെ, 2 കുളം. അപ്പൊ ഈ തച്ചുശാസ്ത്ര പ്രകാരം ഇപ്പോ ഞങ്ങള് മോട്ടർ അടിക്കുമ്പോഴും മറ്റും നല്ലൊരു ഉറവ് ഇവിടേക്കുണ്ട്. ആ കുളത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകാറുണ്ട്. എന്ന് വെച്ചാൽ ഇക്ക പറയുന്നത് ആ കുളത്തിനെയും അവിടുന്ന് ഈ കുളത്തിലോട്ടുള്ള ബന്ധിച്ചിട്ടുള്ള എല്ലാ ചുമരുകളുടെയും ഉള്ളിലൂടെ ഇങ്ങനെ അവിടെ ഇതിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ ദ്വാരം പോകുന്നുണ്ട്. അതങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ് പറയുന്നത്. അയറ്റത്തോട്ട് പോകുന്നതാണ് പറയുന്നത്. പണ്ടത്തെ ആളുകളുടെ ഓരോ തന്ത്രങ്ങൾ അല്ലെ. ഇതിന് മജ്ലിസ്, നമ്മുടെ അറബികളുടെ മജ്ലിസ്, പന്തലെന്ന് പറയും. ഈ വീടിന് വേറൊരു പ്രത്യേകത ഉള്ള ഒരുപാട് ജനലുകളുണ്ട്. ഇപ്പൊ ഈ ഒരു റൂമിൽ തന്നെ 5 വാതിലുകളുണ്ട്. 1, 2, 3, 4, 5. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഫ്രണ്ടിലെ ഡോർ മാത്രമേ വെച്ചു, ബാക്കിയെല്ലാം പഴയ വീടുകളാണ്. ഇതെല്ലാം കൈപ്പണികളാണ്. ഇതൊക്കെ അന്നത്തെ കാലത്ത്. ഇത് മെഷീനല്ല എന്ന് വെച്ചാ ഇത് സെയിം എക്സാക്ട് ഇങ്ങനെ തന്നെ. ഇത്രയും എല്ലാ ജനലിനും ഇതേപോലെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തൂല അന്നത്തെ ആളുകൾ. കരവിരുത്തിന്റെ ഒരു കാര്യം. ഈ തറവാടിന്റെ കാരണവരായിരുന്നു കലന്തൻ പോക്കുറുകുട്ടി അല്ലെ. പുള്ളി വളരെ വലിയൊരു മെയ്യാഭ്യാസിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നു. വലിയാറ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫാമിലി. ആ ഫാമിലിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അനുമതി കിട്ടി. ഞങ്ങൾക്ക് ഈ സ്ഥലം അവർ തന്നു. ഈ വീടിന്റെ 2 വീട് പടക്കാപ്പുറത്താണ് അവര് വീട് വെച്ചിരുന്നത്. ആ ഓലപ്പുരയാണ് അന്നത്തെ കാലഘട്ടത്തിൽ. തമ്പുരാനിൽ, നാട് വാഴുന്ന തമ്പുരാനിൽ കുതിരപ്പോകം കൊടുത്തിട്ട് ഭൂമി വാങ്ങി. അതെ, അത് ഈ കലന്തൻ പോക്കുറുകുട്ടി തന്നെയാണോ? അതെ 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 അതെ. അങ്ങനെയാണ് ഇവർക്ക് ഇവിടം മുതൽ എത്രയോ കിലോമീറ്റർ അകലെ വരെ വലിയൊരു കോമ്പൗണ്ട് ഇവർക്ക് പതിച്ച് കിട്ടുന്നത്. ഈ വീടിരിക്കുന്ന സ്ഥലവും. പിന്നെ അങ്ങനെ കലന്തൻ പോക്കുറുകുട്ടി ഒരു മെയ്യഭ്യാസിയായിരുന്നു. അപ്പൊ ആ മെയ്യഭ്യാസിന് ശരിക്കും മുതലെടുക്കണം, നല്ല പ്രാപ്തനാണ്. അത് കേട്ടറിഞ്ഞ് പാലിയത്ത് പട്ടാളത്തിന്റെ
നേനൻ കുടുംബക്കാരാണ് അവിടുത്തെ പട്ടാളത്തിന്റെ ഇതിൽ. അപ്പോ അവരുടെ മകളെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്ത് ഈ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് സാമൂതിരിക്ക് അതിനുശേഷം പോർച്ചുഗീസുകാരെ ആക്രമിച്ച് കീഴടക്കണം. അതെ അല്ലെ? അതെ. അപ്പോ സാമൂതിരി കുഞ്ഞാലിമരക്കാർ നാലാമന്റെ നേതൃത്വത്തിൽ ഒരു പടയെ അയക്കുകയാണ് ഇങ്ങോട്ട്. അതില് അവര് മുതൽ എടുത്തത് ഈ കാരണവരെയും കൂടെ ഗ്രഹിക്കാന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒടുവില് വീടിന് തീ വെക്കേണ്ടി വന്നു. ആളെ കിട്ടിയില്ലല്ലോ. ഓ, ആളപ്പം എന്ത് ചെയ്തു? ആള് പുറംകടലിൽ പോയി ഒളിച്ചു. അതെന്താണ് കടലിൽ പോയി ഒളിക്കുന്നത്? കരയിലായി കഴിഞ്ഞാൽ അത് അത്ര സുരക്ഷിതമല്ല. കടലിൽ പോകുമ്പോ ഒരിക്കലും ഭയപ്പെടണ്ടല്ലോ. ഭയപ്പെടണ്ട. പിന്നെ സലീംക പറഞ്ഞ വേറൊരു കാര്യം, അന്ന് കാലത്ത് ഹിന്ദുക്കൾ കടലിൽ പോകില്ലായിരുന്നു. ഗുജറാത്തിലൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, കടലിൽ കിടക്കാൻ പാടില്ല. നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് പോട്ടെ. ഇത് പണ്ടത്തെ ഡോറുണ്ട്. അതെ. കൊടുങ്ങല്ലൂര് ഭാഗത്ത് കണ്ടിട്ടുള്ള വീടുകളുടെ നിർമ്മിതിയല്ല, ശരിക്കും ഇത് മലബാർ മേഖലയിലുള്ള വീടുകളുടെ നിർമ്മിതിയാണ്. അതെ. ഇതിന് 4 വാതിലുകളാണ്. ഇതിന് ഈ ഒരു ചെറിയ മുറി. ഇവിടുന്ന് പടിഞ്ഞാറ് എറയനാണായിരുന്നു പണ്ട്. അതിപ്പോ ഞാൻ ബാത്റൂമായിട്ട് മാറ്റി. ഇത് തെക്കേകം. അത് കഴിഞ്ഞ് വടക്കേകം. പണ്ടത്തെ എല്ലാ വീടുകൾക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, മറ്റെല്ലാ വീടുകൾക്കും ഉള്ളതാണ്. നല്ല സോളിഡ് മരത്തിന്റെ ബീമുകളും ഒക്കെ. ഇവിടെ നടുമുറ്റമായിരുന്നു. 4 ഭാഗത്തുനിന്ന് വെള്ളം വരുന്നത്. ഇതില് വന്നിട്ട് ഇതിലെ ഒരു ഒഴുക്ക് ചാലുണ്ട്. അതെ. ആ കിണറ്റിന്റെ ഭാഗങ്ങളിൽ വെള്ളം നിറയും. പഴയ കിണറാണ് കണ്ടത്. ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? മകളാണോ? മരുമകളാണ്. 2 കുട്ടികളോ? അതെ. കണ്ടിട്ട് ഒരു ഡോക്ടർ ലുക്ക് ഉണ്ട്. ഡോക്ടറാണോ? എഞ്ചിനീയറാണ്. ഈ റൂമിന് ഉദ്ദേശം 7 വാതിലുകളുണ്ട് ആയിരുന്നു. പക്ഷെ അതിൽ ഞാൻ അവിടെ ഒരു വാതിലുണ്ടായത് അടച്ചു. ഇവിടെയാണ് ഇവരുടെ കോണി ഉണ്ടായിരുന്നത്. കോണി അത് മാറ്റിയിട്ട് പുതിയ കോണി ഉണ്ടാക്കി. അതെ, അത് പ്രസവമുറിയാണ്. 2 പ്രസവമുറി. അതിനിടയ്ക്ക് ഒരു സ്റ്റോർ റൂം ആയിരുന്നു. ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു, അത് അടച്ചു. രണ്ടാമത്തെ പ്രസവം. അതെ. വാതിലുകളും ജനലുകളും ആയിരുന്നു വെന്റിലേഷൻ. അതെ. അതെ. ഒരു പടിയാണ് കാണുന്നത്. അന്ന് ഹിഞ്ചസ് ഇല്ല. ഈ നോക്കി എന്റെ വീട്ടിലെ ഫ്രണ്ട് ഡോർ ഇങ്ങനെയാ. അതെ. അതായത് അതിന്റെ ഉള്ളിൽ തിരിയോട്ടും. മുൻകാലഘട്ടങ്ങളില് ഇത് ഒരു കോണിക്കൂട് എന്ന് പറയാം. ഇവിടെ ഒരു ചെറിയ കൂടുണ്ടായിരിക്കും. കോണിക്കൂട്. ഇതിലേക്കാണ് കയറി വരുന്നത്. പഴയ വാതിലാണ്. ഇതാണ് ഒറിജിനൽ പഴയത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പണ്ടത്തെ ടൈല്. ഇതിന് ജനലുകള് ഇവിടെ ഒരു ജനല് ഞാൻ എടുത്തു കളഞ്ഞു വാതിലാക്കി ബാത്റൂമിൽ. 8 ജനലുകൾ ഉണ്ട് ഇതില്. 2 പാളി. മച്ചുകൊണ്ട് നല്ല സുന്ദരമായ റൂം. ഇതിന് മുകളില് ഒരു ഹോളാണ്. നമുക്ക് ഇതിലേക്ക് കയറാമല്ലോ അല്ലെ? അതെ. ആരും പോവാറില്ല. പോവാം. ഞാൻ എപ്പോഴും പറയില്ല എല്ലാരോടും, ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടം. മലത്തി വെക്കാം. അത് മലത്തി തുറന്നു. ഇതൊരു മച്ച. അതെ. കൊറേ പണ്ടത്തെ അതെ സാധനങ്ങൾ. ഇതൊക്കെ ഇതാണ് സംഗതി. അന്ന് വീടിന് തീ വെച്ചു എന്ന് പറഞ്ഞത്. ആ തീ വെച്ചിട്ട് ഞങ്ങള് പടിഞ്ഞാറ ഭാഗങ്ങളിലാണ് പോയി താമസിച്ചത്. അപ്പൊ അവിടെ ഇങ്ങനെ വേറെ കറുകപ്പാടന്മാരുണ്ട്, ഒരുപാട് ഉണ്ട്. ഞങ്ങള് ഒരു 17 ഗ്രൂപ്പ് വരെ ഉണ്ട്. എത്ര ആൾക്കാരുണ്ടാവും മൊത്തം അംഗസംഖ്യ? ഞങ്ങള് ഉദ്ദേശം ഒരു 2300 പേരോളം ഇപ്പൊ ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ മാപ്പ് ചെയ്തിട്ടുണ്ട്? അതെ. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഇതിന്റെ ഫാമിലിയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബാബു എന്ന് പറഞ്ഞ വേദിയിൽ കുസം ബാബ സാഹിബിന്റെ മകനാണ്. നമ്മുടെ ചരിത്രത്തിന്റെ ബാക്കി പറയുകയാണെങ്കിൽ അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം തലമുറകളായിട്ട് ഇങ്ങനെ ഞങ്ങള് ഇവിടുന്ന് വീടുകൾ മാറിയിട്ട് താമസിച്ചപ്പോഴേ അന്ന് റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ല, ജലഗതാഗതമാണ് ഉള്ളത്. അപ്പൊ ഞങ്ങള് ഓരോ കുടുംബക്കാരായിട്ട് ഒരേ തലമുറകൾ മാറുമ്പോഴേ കുടുംബക്കാർക്കും അവര് താമസിക്കുന്ന ആ സ്ഥലത്തിന്റെയും കൂടെ കറുകപ്പാടത്ത്. അതെ. അപ്പൊ കറുകപ്പാടത്ത് ഉദുമാഞ്ചാലായി, കറുകപ്പാടത്ത് തോരനത്തിയാലായി, കറുകപ്പാടത്ത് ഇറ്റിക്കണ്ണഞ്ചാലായി, കറുകപ്പാടത്ത് ചാലിലായി, കറുകപ്പാടത്ത് പുത്തഞ്ചാലായി. അങ്ങനെ ഒരുപാട് ചാലുകൾ ഉണ്ട്. ഇത് ഈ കോമ്പൗണ്ട് എത്ര സെന്റാണ്? അവര് 4 ധാരാളം തലമുറകളുടെ ചരിത്രമുള്ള ഒരു വീട്ടുപേരാണ് കറുകപ്പാടത്ത് അല്ലെ? ഒക്കെ പറഞ്ഞതുപോലെ പല ചാലുകളും പല പറമ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട്. എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഞാൻ ഫ്രാൻസിൽ പോയപ്പോ ഒരു 13-ാം നൂറ്റാണ്ടിലുള്ള
ബിൽഡിങ്ങുകൾ. ഫസ്റ്റ് ഫ്ലോർ ഒറ്റ പില്ലറിലായിരിക്കും, വുഡൻ പില്ലറിലാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഓരോന്നും അങ്ങോട്ട് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു. അതൊരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. പണ്ടത്തെ അതേ സാധനങ്ങൾ അതേ രീതിയിൽ നമ്മുടെ ജയ്പൂർ പോയി കഴിഞ്ഞാൽ, ഇന്ത്യയുടെയും ലോകത്തിന്റെയും പല ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൈതൃകമായിട്ടുള്ള സംഗതികൾ എല്ലാവരും സംരക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. മലയാളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തച്ചുടച്ചിട്ട് കോൺക്രീറ്റ്. അതെ, കോൺക്രീറ്റ് യുഗത്തിലേക്ക് മാറി. പിള്ളേർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഒരു മകനും 2 മകളുമാണ് ഉള്ളത്. ഉം. മകൻ ഇവിടെ ഉണ്ട്, എന്നോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട് മുന്നോട്ട്. അപ്പൊ ഹൈറ് എന്നുവെച്ചാ ഈ വീട് ഇനിയും നിലനിന്ന് പോകുമല്ലോ. ഇങ്ങനെ നിലനിന്ന് പോകട്ടെ നമ്മുടെ വീടുകളും നമ്മുടെ സംസ്കാരവും എല്ലാം, അല്ലെ? അപ്പൊ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നതിന് ഒരു ബിഗ് ഷേക്ക് ഹാൻഡ്. ഓക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ തറവാടിന്റെ വീഡിയോ കൂടിയാണ്, സോ ഐ എം വെരി ഹാപ്പി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. കൂടുതൽ ചരിത്രങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്പർ കൊടുക്കും. അതെ, എന്റെ നമ്പർ ഉണ്ട്.